ഉണർവിൻ്റെ മറ്റൊരു തടസ്സം ദൈവം സ്ഥാപിച്ചതിൽ നിന്നും മാറി നമ്മൾ സഞ്ചരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് അവിടെയാണ് തകർച്ച ഉണ്ടാകുന്നത്. നെബൂഖദ്നേസർ രാജാവ് ഒരിക്കൽ പറഞ്ഞു, ഞാനാണ് ഈ ബംഗ്ലാവ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഉടനെ തന്നെ അദ്ദേഹത്തിന് 7 മാസം പുല്ല് തീറ്റിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് അനേകർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നതിന് പകരം ഞാൻ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ആത്മീക ലോകത്താണ്. അവരെ ആർക്കും കിട്ടുന്നില്ല. അവരെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു രോഗത്തിലായ ഒരു വ്യക്തി വിളിച്ചാൽ കിട്ടത്തില്ല. അവരുടെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫാണ്, അല്ലെങ്കിൽ ഫോണ് എപ്പോഴും ബിസിയാണ്. സാധാരണക്കാർക്ക് അവൈലബിൾ അല്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമ്മളെല്ലാവരെയും നയിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ 4 സുവിശേഷങ്ങൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു അവൈലബിളായിരുന്നു, എല്ലായിടത്തും അവൈലബിളായിരുന്നു. കർത്താവിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ പാപികളുടെയും ചുങ്കക്കാരുടെയൊക്കെ ഇടയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. കാരണം അന്ന് പഠിപ്പിച്ചു വച്ചിരുന്നത് പാപികളും ചുങ്കക്കാരും ഇതെല്ലാം അശുദ്ധരാണ്, പാപികളാണ്, അവരുമായിട്ട് സമ്പർക്കം കൂടെ. പക്ഷേ കർത്താവ് എപ്പോഴും അവരുടെ ഇടയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ ഇന്ന് ദൈവസഭകൾക്കകത്ത് ഉണർവ് നടക്കാത്തതിന് കാരണം അവർക്ക് ചുറ്റും ഒരു ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അവരിന്ന് സെലിബ്രിറ്റികളായി അവർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഫെയിം, അവരുടെ പേര്, അവരുടെ യേശു ക്രിസ്തുവിനേക്കാൾ ഉപരി, കർത്താവിനേക്കാൾ ഉപരിയായി അവരുടെ സാമ്രാജ്യങ്ങൾ അവർ പണിയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ പേരിനെ വളർത്താൻ ആഗ്രഹിക്കുന്നു. അവർ ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഫെയിമുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ അവർ കണക്റ്റ് ആവൂ. അതേ സൂപ്പർ സ്റ്റാറുകളുമായിട്ട് മാത്രമേ അവർ കണക്റ്റ് ആവൂ. അവരുടെ സ്റ്റാൻഡിൽ, അവരുടെ സ്റ്റാൻഡേർഡിൽ, അവരുടെ ലെവലിൽ നിൽക്കുന്നവർ മാത്രം വിളിച്ചാൽ അവർ മീറ്റിങ്ങിന് പോകും. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വിസ്താരം അല്ലെങ്കിൽ വിശാലത ദൈവത്തിന് അവർ അവൈലബിൾ അല്ല, ജനത്തിനും അവർ അവൈലബിൾ അല്ല, ദൈവത്തിനും അവൈലബിൾ അല്ല. ദൈവം പറയുന്ന സ്ഥലത്ത് അവർ പോകാൻ തയ്യാറല്ല. ഫിലിപ്പോസിനെ ദൈവം ആദ്യം വലിയൊരു ശമരിയ പട്ടണത്തെ ക്രൂസേഡിന് വേണ്ടി ഉപയോഗിച്ചു. അതേ ഫിലിപ്പോസിനെ അടുത്ത് ഉപയോഗിക്കുന്നത് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയാണ്. അപ്പം അവൈലബിൾ ആയിരുന്നു ഫിലിപ്പോസ്, പൗലോസ് അവൈലബിൾ ആയിരുന്നു, പത്രോസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം അവൈലബിൾ ആയിരുന്നു. കർത്താവിന് അവൈലബിൾ ആകുന്നവരെയാണ് ദൈവം ഇൻ്റർനാഷണലി ജാതികളെ നേടാൻ കൂട്ടമായി ആ റിവൈവലിന്, ഉണർവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു കാലത്ത്, ആദ്യകാലത്ത് എല്ലാവരും അവൈലബിൾ ആയിരിക്കും. രക്ഷിക്കപ്പെട്ടു വന്ന ആദ്യ സ്നേഹത്തിൽ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ആര് വിളിച്ചാലും എടുക്കും, ഏതൊരു ചെറിയ വീട്ടിൽ വിളിച്ചാലും പോകും, ചെറിയ കൂട്ടായ്മയിൽ വിളിച്ചാലും പോകും, വലിയ കൂട്ടായ്മയിൽ വിളിച്ചാലും പോകും. അവിടെ ഓഫറിങ് അവർക്ക് പ്രശ്നമല്ല, അവർക്ക് ഫുഡ് ഒരു വിഷയമല്ല, അവർക്ക് കിടക്കുന്ന അക്കോമഡേഷൻ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഒരു 3-4 വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഏത് ഫ്ലൈറ്റാണ്, ഏത് 5 സ്റ്റാർ ഹോട്ടൽ ഏതാണ്, ഏത് ഹോട്ടലാണ് എനിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്, അവിടെ ഇത്ര രൂപയാണ്. അതിന് അവർ സെക്രട്ടറിമാരെ, നമ്മുടെ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെ വിളിക്കുമ്പോൾ ഫിലിം സ്റ്റാറിനെ നേരിട്ട് കിട്ടാറില്ല, അതിന് വേറെ സെക്രട്ടറിമാർ വെച്ചിട്ടുണ്ട്. സെക്രട്ടറിമാരാണ് ഫിലിം സ്റ്റാറിൻ്റെ റേറ്റ് പറയുന്നത്, അക്കോമഡേഷൻ പറയുന്നത്, അവരുടെ അവൈലബിലിറ്റി എല്ലാം പറയുന്നത്. അതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും സെക്രട്ടറിമാരുണ്ട്, അവരുമായിട്ട് ഒരിക്കലും നമുക്കവരെ കിട്ടുന്നില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ എപ്പോഴും കിട്ടും. അതാണ് നമ്മുടെ ആശ്വാസം. ഈ ലോകത്ത് നമുക്കിപ്പോൾ ആകെ ആശ്വസിക്കാനുള്ളത് ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന ഒരുവനെ അന്നും ഇന്നും ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു മാത്രം. അപ്പോൾ സെലിബ്രിറ്റികളായി ദൈവത്തിൻ്റെ മഹത്വത്തെ സ്വയം എടുത്ത് ദൈവത്തിനും അവൈലബിൾ അല്ല, മനുഷ്യർക്കും അവൈലബിൾ അല്ലാത്ത വ്യക്തികളിലൂടെ ദൈവം അവരെ വിളിക്കനുസരിച്ചുള്ള റെവലേഷൻ അല്ലെങ്കിൽ ഒരു റിവൈവലോ അവരിലൂടെ നടക്കത്തില്ല. ആരംഭത്തിൽ റിവൈവലിസ്റ്റുകളായി അനേകർ എഴുന്നേറ്റു, അനേക റിവൈവലുകൾ ഈ കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ആ റിവൈവലിസ്റ്റുകളെല്ലാം പിന്നീട് സ്വന്തം ദർശനങ്ങൾ പ്രവേശിച്ചു. അതാണ് ഏറ്റവും വലിയ, സ്വന്തം ദർശനങ്ങളിൽ അവർ പ്രവേശിച്ചു. സ്വന്തം സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി അവർ ഓടി, സ്വന്തം ഫെയിമിന് വേണ്ടി, സ്വന്തം പണം സമ്പാദിക്കുന്നതിന് വേണ്ടി അവർ ബിസിനസ് സ്ഥാപനങ്ങളുടെ പുറകെ അവർ ഓടി. അവർക്കിന്ന് വലുത് അവരുടെ പേര് നിലനിർത്തുക, അതിനുവേണ്ടി ഓടുകയാണ്. ഇന്ന് നമ്മുടെ സെക്കുലർ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ശുശ്രൂഷയിൽ കയറി കഴിഞ്ഞാൽ അല്പം പേരായാൽ പിന്നെ ഒരു ലോൺ എടുത്തൊരു കാർഡ് വാങ്ങിക്കുന്നു, പിന്നീട് ആ പേര് നിലനിർത്തുന്നതിന് വേണ്ടി മുന്നോട്ടുള്ള പരക്കം പാച്ചിലാണ്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയോ ശുശ്രൂഷകൾക്ക് വേണ്ടിയോ ദൈവം പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നിന്ന് കൊടുക്കാൻ ഇന്ന് ആൾക്കാരില്ല. കർത്താവ് നോക്കുമ്പോൾ ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ആൾക്കാരെ കിട്ടുന്നില്ല.
അവരൊക്കെ പല കൊള്ളസംഘങ്ങളെപ്പോലെ പല സ്ഥലങ്ങളിൽ ഒരു ഹിഡനായി അവരവരുടേതായ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾ ഉള്ളിടത്തല്ല, അങ്ങനെയുള്ള വ്യക്തികളിലൂടെ അല്ല അവരെ വിളിച്ചത്. വലിയൊരു മെഗാ ചർച്ചുകൾക്ക് വേണ്ടി, ഇന്ത്യയുടെ റിവൈവലിന് വേണ്ടി, കേരളത്തിൻ്റെ റിവൈവലിന് വേണ്ടി, പല മേഖലകളുടെ റിവൈവലിന് വേണ്ടി വിളിക്കപ്പെട്ടവരൊക്കെ ഇന്ന് പലയിടങ്ങളിൽ ഒതുങ്ങിപ്പോയി. അവരെയൊന്നും പേരിന്ന് കാണാനില്ല. അവരുടെ ആരംഭത്തിലെ ഉപയോഗിക്കപ്പെട്ടതുപോലുള്ള അനോയിൻറ്റിങ് ഇല്ല, ശുശ്രൂഷകളില്ല, തീയില്ല. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ ഇന്ന് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പണമുണ്ട്, കോട്ടുണ്ട്, സൂട്ടുണ്ട്, നല്ല കാറുകളുണ്ട്, വീടുകളുണ്ട്. പക്ഷേ അവരിലൂടെ അന്ന് ഉപയോഗിക്കപ്പെട്ടവരന്നും ഇന്ന് ആ പഴയ തീ അവരിലില്ല. അത് നമുക്കുണ്ടാകാതിരിക്കട്ടെ. ഫെയിമിന് വേണ്ടി, സെലിബ്രിറ്റി ആകാനല്ല, യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വം നമ്മളല്ല മഹത്വം. ഞാനോ കുറയണം, കർത്താവോ നമ്മളിൽ വളരണം. ആ ഒരു മനോഭാവത്തിലാണ് റിവൈവൽ നടക്കുന്നത്. ഗോഡ് ബ്ലെസ് യു.